2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ 8 മാസത്തിനു ശേഷം അറസ്റ്റിലായ അമ്മ ശ്രീധുവിന്റെ ബന്ധങ്ങൾ ശരിക്കും പോലീസിനെ പോലും ഞെട്ടിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സമയത്ത് അമ്മാവൻ ഹരികുമാർ മാത്രമാണ് എല്ലാത്തിനും കാരണമെന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ ശ്രീധു എന്ന കൊടും ക്രിമിനലിനെ പോലീസ് പോലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുവെന്ന് വേണം ഇപ്പോഴുള്ള കണ്ടെത്തലുകളിൽ നിന്നും മനസ്സിലാക്കാൻ. എന്തായാലും ശ്രീധുവിന്റെ ബന്ധങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ്. ജാമ്യത്തിലിറങ്ങിയ ശ്രീധു തുമ്പയിലെ ചില ആളുകളുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. ശ്രീധുവിന് തുമ്പയിൽ MDMA കേസിൽപ്പെട്ട ഒരു യുവതിയുമായി ബന്ധമുണ്ടെന്നും കണ്ടെത്തി. 9 ദിവസങ്ങൾക്ക് മുൻപാണ് ശ്രീധു ജാമ്യത്തിലിറങ്ങിയത്. ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിന് അറസ്റ്റിലായി നെയ്യാറ്റിൻകര ജയിലിൽ കഴിഞ്ഞപ്പോഴാണ് ശ്രീധു തുമ്പയിലെ MDMA-ക്കാരെയും പരിചയപ്പെട്ടത്. ഈ യുവതിയാണ് വീട്ടുകാർ പോലും തിരിഞ്ഞു നോക്കാതിരുന്ന ശ്രീധുവിനെ പിന്നീട് ജാമ്യത്തിലിറക്കിയതും. അതിനുശേഷം ഉപകാര സ്മരണ എന്നോണം ശ്രീധു മറ്റു പ്രതികളെയും പുറത്തിറക്കി. പിന്നീടാണ് ഇവർ ഒളിവിൽ പോകുന്നത്. പിന്നാലെ ഇവർ വഴി ഈ മാസം 8-ന് ശ്രീധു പാലക്കാട് കൊഴിഞ്ഞമ്പാറയിലെത്തി. വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത മോഷണ കേസിൽ പ്രതികളായ ദമ്പതികളിലെ വിവരം ശേഖരിച്ച അന്വേഷണ സംഘം മേൽവിലാസവും മൊബൈൽ ഫോൺ ലൊക്കേഷനും പിന്തുടർന്ന് 4 ദിവസം മുൻപ് പാലക്കാട്ടെത്തി. കൊഴിഞ്ഞമ്പാറയിൽ ഇവരുടെ താമസ സ്ഥലം കണ്ടെത്തിയതോടെ ബാലരാമപുരം SHO PS ധർമ്മജിത്ത് സ്ഥലത്തെത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ നിലവിൽ 2ാം പ്രതിയാണ് ശ്രീധു. കഴിഞ്ഞ ജനുവരി 30-ന് പുലർച്ചെയാണ് ശ്രീധുവിന്റെ മകളെ വാടകയ്ക്ക് താമസിക്കുന്ന കോട്ടുകാൽ കോണം വാറുവിള വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറിനെ 1ാം പ്രതിയാക്കി അറസ്റ്റും ചെയ്തിരുന്നു. താനാണ് കുട്ടിയെ കിണറ്റിലിട്ടതെന്ന് പോലീസിനോട് ഇയാൾ ആദ്യഘട്ടത്തിൽ വെളിപ്പെടുത്തിയിരുന്നു. ഇയാൾ ശ്രീധുവുമായി നടത്തിയ അശ്ലീല വാട്സപ്പ് സന്ദേശങ്ങൾ പോലീസ് പിന്നീട് കണ്ടെത്തിയതോടെയും ഹരികുമാർ തന്നെ കൃത്യത്തിൽ ശ്രീധുവിനുള്ള പങ്ക് വെളിപ്പെടുത്തി ഈ മൊഴി മാറ്റി പറഞ്ഞതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വീണ്ടും അന്വേഷണം ശ്രീധുവിലേക്ക് നീണ്ടത്. ഇയാളുടെ നുണപരിശോധനയിലും ശാസ്ത്രീയ തെളിവുകളിലും നിന്ന് കുറ്റകൃത്യത്തിൽ ശ്രീധുവിന് വ്യക്തമായ പങ്കുണ്ടെന്ന് പോലീസിനും അത് നിശ്ചയിച്ചുറപ്പിക്കാനും കഴിഞ്ഞു. രണ്ടുപേരെയും നുണപരിശോധനയ്ക്ക് വിധേയരാക്കാൻ പോലീസ് കോടതിയിൽ മുൻപ് അപേക്ഷ നൽകിയെങ്കിലും ശ്രീധു വിസമ്മതിച്ചിരുന്നു. അതേസമയം ശ്രീധുവിന്റെ ജീവിത രീതികളോട് യോജിക്കാൻ കഴിയാത്തതിനാൽ ഭർത്താവ് പാറശാലയിലെ സ്വന്തം വീട്ടിലാണ് കഴിഞ്ഞിരുന്നത്. ജനുവരി 30-നാണ് കോട്ടുകാൽ കോണം വാറുവിളാകത്ത് വാടക വീട്ടിലെ കിണറ്റിൽ 2.5 വയസ്സുകാരി ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് 10 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ ശ്രീധു കഴിഞ്ഞ ആഴ്ച ജാമ്യത്തിലിറങ്ങിയ ശേഷം പാലക്കാട്ടേക്ക് കടക്കുകയായിരുന്നു. എന്തായാലും ശ്രീധുവിന്റെ വ്യക്തമായ അറിവോടെയാണ് ഹരികുമാർ കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് കണ്ടെത്തിയത്. ശ്രീധുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ഭർത്താവ് വീട്ടിലെത്തിയ ദിവസമാണ് ആസൂത്രിതമായി കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാറിന് കുട്ടികളെ വലിയ ഇഷ്ടമല്ലായിരുന്നുവെന്നും പോലീസ് പറയുന്നുണ്ട്. രാവിലെ 5-ന് ശ്രീധു ശുചിമുറിയിൽ പോയ സമയത്താണ് അവരുടെ മുറിയിൽ കിടന്ന കുഞ്ഞിനെ വീട്ടുവളപ്പിലെ കിണറ്റിലിട്ടതെന്ന് ഹരികുമാർ പോലീസിന് ആദ്യമേ തന്നെ മൊഴി നൽകിയിരുന്നു. ശ്രീധുവിന്റെ ഭർത്താവാണ് കൊലപാതകം നടത്തിയതെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ഇയാളുടെ ലക്ഷ്യം. അയൽക്കാർ വിവരമറിയിച്ചതിനനുസരിച്ച് സ്ഥലത്തെത്തിയ പോലീസാണ് കിണറ്റിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം പുറത്തെടുത്തത്. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ ഹരികുമാർ കുറ്റവും സമ്മതിച്ചു. ഹരികുമാറിന്റെ ചില താല്പര്യങ്ങൾക്ക് കൂടി തടസ്സമായതിനാൽ സഹോദരിയോട് ഇയാൾക്ക് ദേഷ്യമുണ്ടായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ശ്രീധുവിന്റെ ഭർത്താവ്, സഹോദരൻ എന്നിവരുടേതടക്കം 4 പേരുടെ DNA സാമ്പിളുകളിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയെങ്കിലും ഇവരാരുമല്ല മരിച്ച കുട്ടിയുടെ അച്ഛനെന്ന് നേരത്തെ തെളിഞ്ഞിരുന്നു. ഇതിനിടയിലാണ് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് ശ്രീധു പലരിൽ നിന്നും പണം വാങ്ങി കബളിപ്പിച്ചതായി കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ആ അന്വേഷണത്തിൽ തന്നെ ഒരു പുതിയ കണ്ടെത്തലും കൂടി ഉണ്ടായത്. പണം തട്ടിയെടുത്തതിനും വ്യാജരേഖ ചമച്ചതിനും ഇവരെ 1ാം പ്രതിയാക്കി പിന്നാലെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ നേരത്തെ തന്നെ കുറ്റം സമ്മതിച്ചിരുന്നു. തുടർന്ന് ബാലരാമപുരം പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതും. എന്നാൽ ഹരികുമാറിന്റെയും ശ്രീധുവിന്റെയും മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിൽ തുടക്കം മുതൽ തന്നെ സംശയങ്ങൾ ഉണ്ടാക്കി. കുഞ്ഞിനെ വീട്ടിൽ നിന്ന് കാണാതായെന്നായിരുന്നു ശ്രീധുവിന്റെ പരാതി. പിന്നീട് നാട്ടുകാരും പോലീസും തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് കിണറ്റിൽ നിന്ന് കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയതും. കുഞ്ഞിന്റെ കൊലപാതകത്തിൽ ശ്രീധുവിന് പങ്കുണ്ടെന്ന് ആദ്യഘട്ടം മുതൽ തന്നെ സംശയമുണ്ടായിരുന്നുവെന്നും കൂടുതൽ തെളിവുകൾക്കായി കാത്തിരുന്നതാണെന്നും പോലീസ് പറഞ്ഞു. കേസിൽ പ്രതിയായ ശ്രീധുവിന്റെ സഹോദരൻ ഹരികുമാർ ശ്രീധുവിനും സംഭവത്തിൽ പങ്കുള്ളതായി ജയിലിൽ വെച്ച് തന്നെ പറഞ്ഞിരുന്നു. ഹരികുമാറിന്റെ പോളിഗ്രാഫ് ടെസ്റ്റിലും ഇത് സംബന്ധിച്ച സൂചനകൾ ലഭിച്ചു. കൂടാതെ വാട്സപ്പ് ചാറ്റുകൾ പരിശോധിച്ചപ്പോൾ ശ്രീധുവും ഹരികുമാറും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നുവെന്നും, അതായത് ഒരു സഹോദരിയും സഹോദരനും തമ്മിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു ബന്ധം ഇവർക്കിടയിൽ ഉണ്ടായിരുന്നുവെന്നും ഇതിന് കുഞ്ഞ് തടസ്സമായതാണ് കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ശാസ്ത്രീയ തെളിവുകളും ഫോൺ സംഭാഷണങ്ങളും ശ്രീധുവിന്റെ സാമ്പത്തിക ഇടപാടുകളും പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു.
ഫോറൻസിക് പരിശോധനയിൽ കൊലപാതകത്തെക്കുറിച്ചുള്ള ചില നിർണായക വിവരങ്ങളും ലഭിച്ചു. ഇരുവരുടെയും ചാറ്റുകളും പോലീസ് വീണ്ടെടുത്തു. ഇതിനിടെ നുണപരിശോധനയ്ക്ക് ശ്രീതു വിസമ്മതിച്ചതോടെ സംശയമേറിയെന്നും പോലീസ് വ്യക്തമാക്കി. ശ്രീതുവിന്റെ അച്ഛൻ ഉദയകുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കാൻ ഭർത്താവ് വീട്ടിലെത്തിയ ദിവസമാണ് ആസൂത്രിതമായി കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ശ്രീതുവിന്റെ സഹോദരൻ ഹരികുമാറിന് കുട്ടികളെ ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള കാരണം കൂടിയൊക്കെ പോലീസ് എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ ഹരികുമാർ തന്നെയാണ് ഈ കുട്ടിയെ കൊലപ്പെടുത്തിയത്, അല്ലെങ്കിൽ സഹോദരിയോട് കൂടിയുള്ള ഈ ഒരു വഴിവിട്ട ബന്ധത്തിന് കുട്ടി തടസ്സമായതിനാലാണ് കുട്ടിയെ ഒഴിവാക്കിയത് എന്നുള്ള തരത്തിൽ ഹരികുമാർ കുറ്റം സമ്മതിച്ചു എന്നുള്ള കാര്യങ്ങളായിരുന്നു ആദ്യഘട്ടത്തിൽ വാർത്തയെ പുറത്തു വന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇയാൾക്ക് കുഞ്ഞിനോട് ദേഷ്യമുണ്ടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. എന്തായാലും പക്ഷേ ഈ സമീപ ദിവസങ്ങളിൽ ശ്രീതുവിന്റെ ഭർത്താവ് അതുപോലെ സഹോദരൻ എന്നിവരുടേതടക്കം 4 പേരുടെ DNA സാമ്പിളുകളിൽ ശാസ്ത്രീയ പരിശോധന നടത്തിയെങ്കിലും ഇവരാരുമല്ല മരിച്ച കുട്ടിയുടെ അച്ഛനെന്ന് കണ്ടെത്തിയതും അത് തെളിഞ്ഞതും കേസിൽ വല്ലാത്തൊരു പുകമറ കൂടി സൃഷ്ടിക്കുന്നുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ കുട്ടിയുടെ അച്ഛനെന്നതും വലിയൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയാണ്. ഇതിനിടയിലാണ് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത ശ്രീതു പല ആൾക്കാരിൽ നിന്നായി പണം വാങ്ങി കബളിപ്പിച്ചതായി കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ആ ഒരു അന്വേഷണത്തിൽ വീണ്ടും കണ്ടെത്തിയത്. പണം തട്ടിയെടുത്തതിനും വ്യാജരേഖ ചമച്ചതിനും പുതിയ കേസിൽ ഇവരെ 1ാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്തായാലും കുട്ടിയുടെ DNA ശ്രീതുവിന്റെ ഭർത്താവുമായോ സഹോദരൻ ഹരികുമാറുമായോ പൊരുത്തപ്പെടാത്ത സാഹചര്യത്തിൽ മറ്റൊരു ബന്ധത്തിലെ കുട്ടി എന്നത് ജീവിതത്തിന് തടസ്സമാകുമെന്ന ചിന്തയും കൊലപാതകത്തിന് കാരണമായേക്കാമെന്നും പോലീസ് എന്തായാലും ഈ ഘട്ടത്തിൽ സംശയിക്കുന്നുണ്ട്. ഇത് കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. നിലവിൽ 29-കാരി ശ്രീതുവിനെ കസ്റ്റഡിയിൽ വേണമെന്നാവശ്യപ്പെട്ട് ബാലരാമപുരം പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതി ശ്രീതുവിനെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പിനുമായി ശ്രീതുവിനെ 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് പോലീസ് എന്തായാലും കേസിന്റെ ഈ ഒരു അന്വേഷണ ഘട്ടത്തിൽ ഇപ്പോൾ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ നിർണായകമായ ചില വിവരങ്ങൾ കൂടി പുറത്തുവരുമെന്നാണ് നമ്മളേവരും പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.